സ്വർഗം വിട്ട് മണ്ണിൽ വന്ന നാഥനേ, നിന്ന പരിഹാസമേറ്റ ജീവനാഥനേ, ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റവൻ, എൻ പാപത്തിൻ്റെ ശിക്ഷ നീക്കി നാഥൻ. തീത്തോസ് 2:12 നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ദുരുപദേശ സംഘങ്ങൾ ഇന്ന് ധാരാളമുണ്ട്. അങ്ങനെയുള്ളവർ വിശദീകരിച്ച് കുഴഞ്ഞു പോകുന്ന ഒരു വാക്യമാണ് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. നമ്മുടെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന 2 പദപ്രയോഗങ്ങൾ ഇവിടെ കാണാം. ഒന്ന്, മഹാദൈവം, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ് ക്രിസ്തുനാഥനെന്ന് അടിവരയിടുന്ന പദം. 2, നമ്മുടെ രക്ഷിതാവ്, പാപം ചെയ്ത് ശിക്ഷാർഹനായ മാനവന്റെ പാപപരിഹാരത്തിനു വേണ്ടി കുരിശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ ലോകരക്ഷിതാവ്. പ്രിയമുള്ളവരെ, സ്വർഗീയ മഹത്വം വിട്ട് പാപലോകത്തിൽ വന്ന് നമുക്ക് സ്വർഗഭാഗ്യം ദാനമായി നൽകിയ മഹാദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, തിരുക്കുമാരനെ അടിയങ്ങളുടെ രക്ഷയ്ക്കായി നൽകിയതിന് നന്ദി. യേശുനാഥന്റെ കഷ്ടാനുഭവ മരണ പുനരുത്ഥാനങ്ങളുടെ സ്മരണകളോടെ ഇന്നങ്ങേ ആരാധിക്കുവാൻ കൃപ അടിയങ്ങൾക്ക് നൽകണമേ. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ, ആമേൻ.